നമസ്കാരം. CPM-ൽ മനുഷ്യർ അവശേഷിക്കുന്നുണ്ടെങ്കിൽ എം സ്വരാജ് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനം കാണണം. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യന്നൂർക്കാരൻ സഖാവിനെ അയാൾ വിളിക്കുകയാണ് കള്ളനെന്ന്. സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള ആര് കണ്ടാലും ഒന്ന് ബഹുമാനിക്കാൻ തോന്നിപ്പോകുന്ന ഒരു മനുഷ്യനെയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ എം സ്വരാജ് കള്ളൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇയാൾ പണ്ട് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കണമെന്ന് പറഞ്ഞതായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് സ്വരാജ് VS-നെ പറ്റി പറഞ്ഞു എന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ള ആരോപണം. ഈ പത്രസമ്മേളനം കണ്ടപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് നമ്മുടെ പൂമരം സഖാവ് നടത്തിയത്. അയാൾ പറയുകയാണ്, ആ സാധു മനുഷ്യൻ കള്ളനാണത്രേ. എന്താണ് അയാൾ ചെയ്ത കുറ്റം? സ്വന്തം സഖാവിൻ്റെ രക്തസാക്ഷിത്വ ഫണ്ട്, അതിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ CPM-ലെ പ്രമുഖർ ചേർന്ന് തട്ടിയെടുത്തു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് അയാൾ ചെയ്ത കുറ്റം. അയാളിത് പാർട്ടിക്കകത്ത് പറഞ്ഞിരുന്നു. പാർട്ടി അതിൽ അന്വേഷണം നടത്തുകയും അതിൽ നടപടികൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ പറയുന്നത് സത്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ നടപടികൾ കൊണ്ട് എന്തെങ്കിലും ഈ പാർട്ടി സഖാക്കൾക്കോ പ്രസ്ഥാനത്തിനോ എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? ഇതിനെ ഒതുക്കി തീർക്കുകയല്ലേ ചെയ്തത്. പാർട്ടിയോട് കലഹിച്ചുകൊണ്ട്, പാർട്ടിയുടെ തെറ്റായ നയങ്ങളോട്, പാർട്ടിയുടെ തെറ്റായ പോക്കിനോട് കലഹിച്ചുകൊണ്ട് ഈ പ്രായത്തിൽ ഒന്നിനെയും ഭയക്കാതെ നട്ടല് നിവർത്തി പുറത്തേക്കിറങ്ങി വന്ന മനുഷ്യനാണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത്. ഒരു സാധു മനുഷ്യൻ. അയാൾ വോട്ട് ചോദിക്കുന്ന വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അയാൾ സാധാരണക്കാർക്കിടയിലൂടെ നടക്കുകയാണ്. അയാളുടെ വലിയ മാടാകോടികളൊന്നുമില്ല, വലിയ ആടയാഭരണങ്ങളൊന്നുമില്ല, വലിയ അലങ്കാരങ്ങളൊന്നുമില്ല വോട്ട് ചോദിക്കലിനും. ഒരു സാധാരണ ഷർട്ട് വിട്ട്, കതർ ഷർട്ട് വിട്ട്, ഒരു സാധാരണ വെള്ളം കൊണ്ടുകൊടുത്ത് വളരെ ലളിതമായ ജീവിത രീതിയിൽ വളരെ ലളിതമായി വോട്ട് ചോദിച്ചു പോകുന്ന ആ മനുഷ്യനെ നോക്കിയിട്ടാണ് ഈ എം സ്വരാജ് എന്ന് പറയുന്ന ധാർഷ്ട്യത്തിൻ്റെ ഇപ്പോഴത്തെ CPM-ന്റെ ആൾ രൂപം. പിണറായി വിജയന് ശേഷം ധാർഷ്ട്യത്തിൻ്റെ ആൾ രൂപം അവർക്കുണ്ടെങ്കിൽ അത് സ്വരാജാണ്. അവൻ വിളിക്കുകയാണ് കള്ളനെന്ന്. അവൻ്റെ പിതാവിൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ നോക്കി. ഇതിനൊക്കെ മറുപടി പറയണ്ടേ? ഞാൻ പയ്യന്നൂരിലെ CPM-കാരോടാണ് പറയുന്നത്. UDF എന്തായാലും 100-ലധികം സീറ്റ് നേടി ഇവിടെ അധികാരത്തിൽ വരും എന്നൊരു തരംഗമാണ് നിലനിൽക്കുന്നതെന്നാണ് സാധാരണക്കാരനെന്ന നിലയിൽ തോന്നുന്നത്. പയ്യന്നൂരിൽ UDF-ന്റെ പിന്തുണയോടുകൂടി ഈ പറയുന്ന സാധു മനുഷ്യൻ ജയിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ഭരണമാറ്റമുണ്ടാകും. പക്ഷേ പയ്യന്നൂരിൽ ആ മനുഷ്യൻ തോറ്റാൽ തോറ്റുപോകുന്നത് നിങ്ങൾ സഖാക്കളാണ്. നിങ്ങൾ CPM-ൽ വിശ്വസിക്കുന്ന, CPM-ൽ ഇപ്പോഴും നിലനിൽക്കുന്ന സാധു മനുഷ്യരുണ്ടെങ്കിൽ അവരാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ പുറത്തു വന്ന് പൊരുതുന്നത്. നിങ്ങളുടെ ഒരു സഖാവിൻ്റെ രക്തം പുരണ്ട കണക്ക് പറയിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇവിടെ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അയാൾ തോറ്റുപോയാൽ തോക്കുന്നത് UDF-ഓ കോൺഗ്രസ്സോ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നുമല്ല. തോറ്റുപോകുന്നത് CPM-ആണ്, നിങ്ങളുടെ സഖാക്കളാണ്. ഈ സ്വരാജിനെ പോലെയുള്ള വിടുവായന്മാരുടെ വാക്കും കേട്ട്, പിണറായി വിജയൻ്റെ ഭക്തരുടെ വാക്കും കേട്ട് ആ മനുഷ്യനെതിരെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തോൽപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ ഇത്രയും നാൾ പിടിച്ച ആ ചെങ്കൊടിയെ തന്നെയായിരിക്കും. ഇതുപോലെയുള്ള സ്വരാജുമാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി തെറ്റായ ദിശയിലാണ് ചലിക്കുന്നതെങ്കിൽ, പാർട്ടിയുടെ നയങ്ങൾ തെറ്റാണെങ്കിൽ അത് ശരിയല്ല, ഞങ്ങൾ നിങ്ങൾക്കെതിരെ നിൽക്കും, ഈ പാർട്ടിയെ തിരുത്തുമെന്ന് പറയാൻ നിങ്ങൾ സഖാക്കൾക്ക് കിട്ടുന്ന അവസാനത്തെ അവസരമാണ്. കൃത്യമായി വിനിയോഗിക്കുക.